പാലക്കാട് പുതുപരിയാരത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുമാരന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. കാട്ടാനാക്രമണത്തിൽ കുമാരന്റെ വാരിയെല്ലിനും നട്ടെല്ലിനും കഴുത്തെല്ലിനും പൊട്ടലുണ്ടായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പുലർച്ചെ 3 മണിയോടെയായിരുന്നു കാട്ടാന ആക്രമണം. സംഭവ സ്ഥലത്തു വെച്ച് തന്നെ കുമാരൻ മരിച്ചു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. വനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് കുമാരൻ താമസിച്ചിരുന്നത്. 5 മണിയോടെയാണ് നാട്ടുകാർ സംഭവം അറിയുന്നത്. കാട്ടാന പ്രദേശത്ത് തുടരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 6-നും മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് 3 മാസം തികയും മുൻപാണ് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമാകുന്നത്. കുമാരന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. തുടർന്ന് വനമന്ത്രി AK ശശീന്ദ്രനും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 മണിക്ക് ശേഷമാണ് പാലക്കാട് മുണ്ടൂർ പ്രദേശത്ത് കുമാരൻ എന്നയാളുടെ വീട്ടിന് മുറ്റത്ത് ചെന്ന് രാത്രി പുറത്തിറങ്ങിയ കുമാരനെ വീട്ടുമുറ്റത്ത് വെച്ച് ആക്രമിച്ച് അതിൻ്റെ ഫലമായി മരിക്കാനിടയായത്. അതങ്ങേയറ്റം ഖേദകരമായ കാര്യമാണ്. എൻ്റെ അനുശോചനം ഞാൻ ആദ്യമായി അവരുടെ കുടുംബത്തെ അറിയിക്കുകയാണ്. അവിടെ ജനങ്ങൾ വളരെ പ്രകോപിതരാണ്. അത് സ്വാഭാവികമായൊരു പ്രതികരണമാണ്. അവരുടെ ആവശ്യങ്ങളോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിൽ ഇടപെടാൻ പാലക്കാട് ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച് രമ്യമായ ഒരു പരിഹാരം, ന്യായമായ നടപടികൾ അതെന്താണ് എന്ന് കേട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ പ്രധാന ആവശ്യം ഇപ്പോഴത്തെ ഈ ഫെൻസിങ് ഫലപ്രദമല്ല എന്നാണ്. എന്നാൽ കേരളത്തിൽ പൊതുവെ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഇന്നത്തെ നിലയിൽ ലഭ്യമായ ഏറ്റവും മെച്ചപ്പെട്ട പരിഹാര മാർഗമെന്നാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രായോഗികമായി കൊള്ളണമെന്നില്ല. കാരണം പല സ്ഥലത്തും പല രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരാവശ്യപ്പെട്ടിട്ടുള്ളത്, അവിടുത്തെ പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുള്ളത് റെയിൽ ഫെൻസിങ് സ്ഥാപിക്കണമെന്നാണ്. അങ്ങനെ ഒരു നിർദ്ദേശം വനംവകുപ്പിൻ്റെ മുമ്പിലുണ്ട്. ആ നിർദ്ദേശം അംഗീകരിക്കാൻ പ്രയാസമില്ലെന്ന കാര്യം ഞാൻ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. അവരതുമായി സംസാരിച്ച് അവരുടെ ആവശ്യം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്തുന്ന ഒരു സമ്പ്രദായം പഴഞ്ചൻ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക യന്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം. അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും. ആദ്യമായിട്ടാണ് അതുപയോഗിച്ച് ആനകളെ തുരത്താൻ കഴിയുന്ന നടപടി. പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര്. പമ്പ് ആക്ഷൻ ഗൺ എന്നാണ് അതിൻ്റെ പേര്. അത് മറ്റേ നമ്മൾ